ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. രാവിലെ ഇനി കണ്ണനെ കൊണ്ടുവിടാനായിട്ട് തുടങ്ങുകയാണ്. രാവിലത്തെ കാപ്പിടിയെല്ലാം കഴിഞ്ഞ് കണ്ണൻ ഇറങ്ങണം. കണ്ണൻ്റെ സാമട്ടുള്ള നിപ്പാണ്. അപ്പോൾ ചേട്ടന് രാവിലെ ഓട്ടം ഉണ്ടായിരുന്നു. ചേട്ടൻ അതപ്പോൾ രാവിലെ വെളുപ്പിനെ പോയി. പിന്നെ ഇവരെ കൊണ്ടുവിടുന്ന ജോലിയൊക്കെ എൻ്റെയാണ്. അപ്പം സ്കൂളിൽ അങ്ങ് വരെ കൊണ്ടുവിടണ്ട. അവിടുന്ന് പിന്നെ ഇച്ചിരി ഉള്ളം കൊണ്ട് നടന്നു പോകാനായിട്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരെയല്ല കണ്ണനെ ആദ്യം കൊണ്ടുവിട്ടേച്ച് വന്നിട്ട് പിന്നെ അച്ഛനെ കൊണ്ടുവിട്ടാൽ മതി. അപ്പോൾ കണ്ണൻ പോകാനൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നലെ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നല്ലപോലെ മഴയൊക്കെ ചാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുട എടുത്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. ആദ്യം കുട വേണ്ടെന്നൊക്കെ പറഞ്ഞ് നിന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ കുടയൊക്കെ എടുത്ത് ബാഗിനകത്ത് വെച്ചു. അപ്പം കണ്ണൻ ഇന്ന് SPCയുടെ പരിപാടിയൊക്കെ ഉണ്ട്. അവരുടെ സ്കൂളിലെ മാനേജ്മെൻറ്റ് എന്തോ സംഭവം അതിൻ്റെ ഇതായിട്ടിരുന്ന ഒരാൾ മരിച്ചു. അപ്പം ആ ഇതിൻ്റെ ഇതായിട്ട് അവർക്ക് എന്നതൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് കണ്ണൻ ഇന്ന് കാക്കി യൂണിഫോമിൽ പോകുന്നത്. അപ്പം കണ്ണനെ കൊണ്ടുവിടാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള സ്ഥലങ്ങളൊക്കെയാണ് കണ്ണനെ കൊണ്ടുവിടാൻ വരുന്ന വഴിക്കുള്ള. എൻ്റെ തലയാണ് അവനാ വീഡിയോ എടുത്തത്. എൻ്റെ തലയാണ് അവൻ കൂടുതൽ എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞെടാ കണ്ടത്തിലേ അതെടുക്കുക, നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാനായിട്ട്. അതെടുക്കാൻ അത് അവനെടുത്തില്ല കേട്ടോ. എൻ്റെ തലയെടുത്ത് റോഡും എടുത്തു. ഇങ്ങനെ വീഡിയോ എടുത്ത് ഇവരെയൊക്കെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചാലുള്ള കുഴപ്പം ഇതാ, ഇങ്ങനെയൊക്കെ എടുത്ത് തരുവുള്ളൂ. അപ്പം ഞാൻ കണ്ണനെ കൊണ്ടുവിടുന്ന സ്ഥലമായി. അവിടെ എത്തി. ഇനി കണ്ണൻ തന്നെ അങ്ങ് നടന്നു പൊക്കോളും. ഇനി ചെന്ന് അച്ചുവിന് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അച്ചുവിന് ഫുഡും എല്ലാം കൊടുത്ത് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ എടുത്ത് അച്ചുവിനെയും കൊണ്ട് ഇനി വേണം. അച്ചുവിനെ ഇവിടം വരെ കൊണ്ടുവിടത്തുള്ളൂ. അച്ചുവിന് 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയാൽ മതി. കണ്ണന് രാവിലെ 7:30 ആകുമ്പോഴത്തേക്ക് ട്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും നേരത്തെ പോകുന്നത്. അല്ലെങ്കിൽ അച്ചുവിൻ്റെ കൂടെ പോയാൽ മതി. അങ്ങനെ കണ്ണനെ കൊണ്ടുവിട്ടേച്ച് വന്നു കഴിഞ്ഞ് പിന്നെ അച്ചു റെഡിയായി പോകാനായിട്ട് അച്ചുവിനെ വിടേണ്ടി തുടങ്ങുവാണ്. സമയം 9 മണി കഴിഞ്ഞ് വെച്ചു. കുട എടുത്തോണം, മഴ കാണും. അച്ചു കുട എടുത്ത് ഞാൻ വരത്തില്ല വിളിക്കാനായിട്ട്. അച്ചു നീ കുട എടുത്ത് അതിനകത്ത് വെക്ക്. പിന്നെ ഒരു കുട അതിനകത്ത് ഇതിലെ കൈ പിടിച്ചാൽ മതി കുട. അല്ല പിന്നെ വൈകുന്നേരം അയ്യോ മഴയാറുന്നേ ഓടിവായോ എന്ന് പറഞ്ഞു വിളിക്കും. മതി നോക്കിയത് ബാ. വണ്ടിയൊക്കെ വരെ നോക്കിപ്പോ. ഇല്ല പെട്ടെന്ന് പോ, സമയം ഒത്തിരി ആയി. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് വീണ്ടും ഞാൻ വീട്ടിൽ വന്ന് ഞാൻ തന്നെയായി. പിന്നെ രാവിലെ കാപ്പുടിച്ച പാത്രമൊക്കെ കഴുകണ്ടേ, അതെല്ലാം ഒന്ന് കഴുകി എല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കുവാണ്. അപ്പോൾ രാവിലെ ഇവർ പോകുമ്പോൾ ഒരു ബഹളമാണ്. അത് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നിടത്ത് രാവിലെ ഭയങ്കര ഒരു ബഹളമാണ്. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് ശാന്തതയാകും. പിന്നെ അന്നേരം നമ്മൾ ഓർക്കും പിള്ളേരുണ്ടായിരുന്നെങ്കിലും ഒരു ഒച്ചയും ബഹളമൊക്കെ ഒന്ന് കേൾക്കുമല്ലോ. നമ്മൾ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഫീലാകുന്നത്. കാര്യം ഒരു ശാന്തത, ഒത്തിരി സൈലൻ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്നെ ഒരുപോലെ തോന്നും. അപ്പോൾ ഇന്ന് പിന്നെ എനിക്കിഷ്ടം പോലെ ജോലിയൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും ഓർക്കാനെടുക്കാനുള്ള സമയമൊന്നുമില്ല. എല്ലാവരും ഒക്കെ പോയി കഴിയുമ്പോഴാണ് ഞാൻ കൂടുതലും വീട്ടിലെ ജോലികളല്ല എനിക്ക് ജോലി കൂടുതലുള്ളത്. എല്ലാവരും ഉള്ള സമയത്ത് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ എന്നേലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു 10 പ്രാവശ്യം നമ്മളെ വിളിക്കും. അതുകൊണ്ട് നമ്മൾ ആ ചെയ്യുന്ന ജോലിയോടുള്ള താല്പര്യം അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ ആരും ഇല്ലാത്തപ്പോഴേ ഞാൻ എന്നേലൊക്കെ ഒരുപാട് അടുക്കി പെറുക്കാനുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളെ. അപ്പം രാവിലത്തെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഗ്യാസും എല്ലാം ഒന്ന് തുടച്ച് അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ചോറ് ഇരിപ്പുണ്ട്. പിന്നെ ഇനി ഇച്ചിരി മീനും ഇരിപ്പുണ്ട് വറക്കാനായിട്ട്. പിന്നെ ഇന്നലത്തെ തീയൽ ഇരിപ്പുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ചെറിയ തോരൻ വെക്കണം. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ അവിടെ നിന്ന് പോരാറാകുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് വിളിക്കണം, അന്നേരം ഞാൻ തോരൻ വെച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പെരയ്ക്ക എല്ലാം ഒന്ന് തൂത്ത് എല്ലാം ഒന്ന് ഒതുക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ റൂമൊക്കെ ഞാൻ തുടച്ച് കഴിഞ്ഞ് തൂത്ത്, അത് കഴിഞ്ഞ് പിന്നെ ഹാളും ഒക്കെ തൂത്ത് അവിടെ എല്ലാം തുടച്ച് എല്ലാം ഒന്ന് എങ്ങനെയെന്നറിയത്തില്ല, ഭയങ്കര പൊടിയാണ് ഇപ്പോൾ എപ്പോഴും പെരയ്ക്കകത്ത്, അപ്പടി പൊടിയാണ്. അപ്പം അതെല്ലാം ഒന്ന് 2-3 പ്രാവശ്യം തുടയ്ക്കണം. നമ്മളിപ്പോൾ ഇപ്പോൾ ഈ തുടച്ചെന്നുണ്ടല്ലോ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് പൊടി കയറുന്നതാണ്. ഇത് എനിക്കൊന്നേ പണ്ട് ഈ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം കേട്ടോ ഇതുപോലെ പൊടി പെരയ്ക്കകത്ത് കാണുന്നത്. വെളിയിലിറങ്ങിയാലാണെങ്കിലും അതെ, ചെടിയിലെല്ലാം അന്നൊക്കെ ആ സമയത്തൊക്കെ വെളിയിലോട്ട് നമ്മൾ നോക്കുമ്പം നമുക്ക് കാണാം പൊടി അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ഇതാകുന്നത്. അപ്പം അതിന് ശേഷമാണ് ഇതുപോലെ പൊടിയൊക്കെ ആണല്ലോ പെരയ്ക്കകത്തൊക്കെ പൊടിയും എപ്പോഴും ഇതാകുന്നത്. അങ്ങനെ അതെല്ലാം ചെയ്ത് എല്ലാം ഒന്ന് വൃത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ എന്നെ വിളിച്ചു. കഴിഞ്ഞില്ല, ഹാളും റൂമും ഒക്കെ തുടച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ചേട്ടൻ എന്നെ വിളിച്ചു, ഞാനിവിടെ നിന്ന് പോരുവാണെന്ന്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇച്ചിരി തോരൻ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പയറെല്ലാം അരിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന പച്ചക്കറി അതോടുകൂടി കവറോടുകൂടി വെച്ചേക്കായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്നെടുത്ത് കുടഞ്ഞിട്ട് വെച്ച് അതിൽ നിന്ന് എന്നതാ തോരൻ വെക്കാനുള്ളത് നോക്കിയപ്പോൾ പയറുണ്ടായിരുന്നു. അപ്പോൾ പയർ എല്ലാം ഒന്ന് അരിഞ്ഞെല്ലാം എടുത്ത് അത് അടുപ്പിലോട്ട് വെച്ച് അതെല്ലാം സെറ്റാക്കി. പിന്നെ അതിന് വേണ്ട അരപ്പും എല്ലാം ചേർത്ത് പയർ തോരനായി. ഇനി മീനും കൂടെ വറുക്കണം. മീനും കൂടെ വറുത്ത് വെച്ച് പിന്നെ കറി വരുമ്പോഴത്തേക്ക് ചൂടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്
അങ്ങനെ അതും ഒന്ന് ചെയ്തേച്ച് ഇനി എനിക്ക് അടുക്കളയിൽ ഒരുപാട് വൃത്തിയാക്കണം കേട്ടോ. ഈ അടുക്കളയുടെ കബോർഡിൻ്റെ അടിയിൽ കൂടെ ചെറിയൊരു വിടവുണ്ട്. അതുവഴി ഈ പല്ലിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അതിനകത്ത് കയറി എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാത്രം എടുക്കുമ്പോഴത്തേക്ക് പേടിയാകും ചില സമയത്ത് സൗണ്ടും അനക്കമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അതൊന്ന് പല്ലിയും പാറ്റയും ഒന്നും കയറാത്ത രീതിയിൽ അതിനകത്ത് പേപ്പറുകളെല്ലാം ഒന്ന് മാറ്റണം. അതുപോലെ പാറ്റ കയറി കഴിഞ്ഞാൽ പേപ്പർ മൊത്തം ചുമ്മാ ഇങ്ങനെ അരിച്ചരിച്ച് കളഞ്ഞ് അതിനകത്ത് മൊത്തം വൃത്തിയിടാക്കി ഇടത്തേ ഉള്ളൂ. അപ്പം പാറ്റ ഗുളിക മേടിച്ചിരിപ്പുണ്ട്. കുറച്ച് പാറ്റ ഗുളികയും കൂടെ അതിനകത്ത് ഇട്ടേച്ച് വേണം പേപ്പർ ഇടാനായിട്ട്. പേപ്പർ ഇട്ടേച്ച് വേണം പാത്രം എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ജോലികൾ കിടപ്പുണ്ട്. അതെല്ലാം ശരിയാക്കണം. അപ്പോൾ കണ്ണൻ ഇന്ന് നേരത്തെ വന്നു. അവർക്ക് സ്കൂൾ നേരത്തെ വിട്ടുകൊണ്ട് കണ്ണൻ നേരത്തെ വന്ന് പുള്ളി വന്നതേ റിമോട്ടും എടുത്ത് ടി വിയും കണ്ടുകൊണ്ട് പുള്ളി കിടക്കുന്നു. അത് കഴിഞ്ഞേച്ച് പിന്നെ തുടച്ചിടം എല്ലാം ഒന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് പതിവായിട്ടുള്ളതാണല്ലോ എല്ലാം ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് നോക്കുക എന്നുള്ളത്. ഇത് കണ്ട അടുക്കളയിൽ മുഴുവനും ഞാൻ അതിനകത്തെ പാത്രങ്ങളെല്ലാം ആ ഒരു സൈഡിലെ മാത്രമേ എടുത്തുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ എടുത്തിട്ടില്ല. അവിടുത്തെല്ലാം എടുത്ത് ഞാൻ മണ്ടയ്ക്കോട്ട് വെച്ചു. എന്നിട്ട് അതിനകത്തു നിന്നെല്ലാം തൂത്ത് ഇങ്ങനെ ഇറക്കിയേക്കാണ്. പാറ്റയുടെ കാട്ടവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിവിടെ ആ വണ്ടിയുടെ ഓരോ സാധനങ്ങളൊക്കെ വെക്കുന്നതിനകത്താണ് കൂടുതലും സ്ക്രൂവും അതും ഇതൊക്കെ കുറേ ഇരിപ്പുണ്ടായിരുന്നത്. അതിനകത്താണ് പാറ്റയുടെ ശല്യം കൂടുതലും കണ്ടത്. അപ്പോൾ അതെല്ലാം മാറ്റി ഇനി ഇതുപോലെ ഞാൻ തെർമോക്കോൾ വെച്ച് ഇങ്ങനെ അടയ്ക്കുവാണ്. അതിൻ്റെ ഹോള് തെർമോക്കോൾ വെച്ച് മുഴുവൻ അടച്ച് പിന്നെ അതിൻ്റെ സൈഡ് വശം എല്ലാം തെർമോക്കോൾ വെട്ടി എല്ലാം ഒട്ടിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത് അങ്ങനെ എല്ലാം അടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി പല്ലിയൊന്നും കയറുകയില്ലെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലേക്കൂടെയെങ്കിലും കയറി ഇതിനെ എല്ലാത്തിനും കൂടെ തല്ലി കൊല്ലും ഞാൻ, അതേ ഉള്ളൂ. ഇങ്ങനെയുണ്ടോ ശല്യം പല്ലിയെ കൊണ്ട്? ഭയങ്കര ശല്യമാണേ പല്ലിയെ കൊണ്ട്. ഞാൻ ഇടയ്ക്ക് തുണി വിരിക്കാനായിട്ട് മുകളിലോട്ട് പോയപ്പോഴത്തേക്കുണ്ടല്ലോ അച്ഛൻ്റെ റൂമിലോട്ട് ചുമ്മാ ഒന്ന് നോക്കിയതേ ഉള്ളൂ. റൂമിനകം കിടക്കുന്ന കോലം കണ്ടു കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് വീഡിയോ പിടിക്കാൻ പോവാം, എന്നിട്ട് എല്ലാവരും കാണിക്കുമെന്ന് പറഞ്ഞു. ഇനി ഞാൻ വീഡിയോ പിടിക്കാണ്ട് ഇങ്ങോട്ട് കയറി വന്നതാണേ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് അവൾ ഓടിക്കയറി വന്നേ. എന്നോട് പറഞ്ഞു എൻ്റെ റൂം എങ്ങാനും വീഡിയോ എടുത്താൽ അമ്മേനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ഇത് അടുക്കി പെറുക്കി പുള്ളിക്കാർ തന്നെ വൃത്തിയാക്കി ഇടും കേട്ടോ. എല്ലാം നല്ല വൃത്തിയാക്കി ഇടും. കഴിഞ്ഞ ദിവസത്തെ വരവ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ക്ഷീണം വന്നും പറഞ്ഞ് എപ്പോഴും അങ്ങ് ഉറക്കമാണ്. അപ്പം എവിടെയെങ്കിലും ഒന്ന് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അലമാരിലെ തുണി മൊത്തം വലിച്ച് താഴെ ഇടും. ബുക്ക് താഴെയുണ്ട്. എൻ്റെ ഫോൺ കിടന്ന് ഇതാ എന്നെ ഫോണെ കയറി പിടിച്ചേക്കുക വീഡിയോ എടുക്കില്ലെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഇത് കണ്ടോ റൂമിനകത്ത് അവിടെ ഇവിടെ എല്ലാം തുണി വലിച്ച് വാരിയിട്ടൊക്കെ ഒന്നിനകത്തും ഈ ഒരു അലമാരി ഫുൾ അവൾക്കുള്ളതാണ്. പക്ഷേ അവിടെ സാധനങ്ങൾ എവിടെ നോക്കിയാലും കാണും. അതിനകത്തുനിന്ന് ഡ്രസ്സ് എടുക്കുന്നതുണ്ട്. വലിച്ച് ഡ്രസ്സ് എടുത്തേച്ച് ഓരോന്നോരോന്ന് കുത്തി തിരികെ വെക്കുന്ന. ഇനി ഇതെല്ലാം അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം ചെയ്തോളൂ. ഇവർക്ക് അവധി ദിവസങ്ങളൊക്കെ ഇരിക്കുമ്പോൾ എല്ലാം അടുക്കിപ്പറക്കി വെച്ചോളും. പക്ഷേ ഈ പ്രാവശ്യം ക്യാമ്പിന് പോയിട്ട് വന്നിട്ട് പുള്ളിക്കാരിക്ക് അങ്ങനെ സമയം കിട്ടിയില്ല ഒന്നിനും. അച്ചു അത് കഴിഞ്ഞ് റൂമെല്ലാം അടുക്കി പെറുക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇനി വീഡിയോ എടുക്കാൻ വരുന്നില്ലെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ പറ്റത്തില്ല, നാളെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അച്ചു എല്ലാം അടുക്കി പെറുക്കി എല്ലാം വെച്ചു. അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് വന്ന് വേറെയും കുറച്ച് അടുക്കളയും തുടച്ചും കൂടി ഇടണമായിരുന്നു. അപ്പോൾ അടുക്കള തുടയ്ക്കാനും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളുടെ വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.